ഈ ബംഗ്ലാവ് ഹോണ്ടഡ് ആണെന്നൊക്കെയുള്ള കഥകളുണ്ട് ഇവിടെ. പഴയ ഒരു ബംഗ്ലാവാ. ആദ്യം അവിടേക്ക് ഇറങ്ങി, അവിടേക്ക് ഇരിക്കും, രണ്ടാമത്തേക്ക് ഇരിക്കും. രണ്ടാമത്തേക്ക് ഇരിക്കും. വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, സ്റ്റാൻഡിലാണ് വണ്ടി വെച്ചേക്കണേ. ഞങ്ങളുടെ സ്റ്റേയിൽ നിന്ന് സ്റ്റാൻഡിലേക്ക്, ഇന്നലത്തെ സ്റ്റേ തന്നെയാണ്. അപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ളൂ സ്റ്റാൻഡിലേക്ക്. അപ്പോൾ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് 6:40 ഞങ്ങളിപ്പോൾ 6:30-35 ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റിനുള്ളിൽ ബസ് എടുക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം എത്തി എന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഒപ്പം 1, 2, 3, 4 പേരും കൂടി ഉണ്ട്. ഞങ്ങൾ 6 പേര് മൊത്തം. ഇപ്പോൾ 7:45 എത്തിയിട്ടുണ്ട് ഇവിടെ. ടോപ്പ് അവിടെയാണ് ബസ് ഇട്ടാക്കുന്നത്. 7:45 ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യും, എന്നിട്ട് പോകും. ഇവിടെയാണോ വെള്ളച്ചാട്ടം? ഇത് കഴിഞ്ഞ് 12:30 അവിടെ നിന്ന് പുറപ്പെടും. ഇവിടുന്ന് ബസ് ഞാൻ അവിടെ നിന്ന് KSRTC ഞാനിന്ന് 12:30 പിന്നെ ഇവിടെ എത്തുമ്പോൾ ഒരു 1 മണി 1:15 എന്നിട്ട് 1:45 ഇവിടെ നിന്ന് എടുക്കും. അപ്പോൾ ഞങ്ങൾ 1:45 തിരിച്ചുള്ള ബസ്സിലാണ് കയറുന്നത്. നല്ല കാറ്റ്. കാറ്റുണ്ട്, വെയിലുണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ ബോണക്കാട് ശരിക്കും ജസ്റ്റ് നടന്ന് കാണാം, പ്രകൃതി നടന്ന് കാണാം. അതാണ് മെയിൻ സംഭവം. പിന്നെ ഇവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട്. ആ ബംഗ്ലാവ് ഇത് ചെറിയൊരു ട്രക്കിംഗ് പോലെ. ട്രക്കിംഗ് ഒരു 2 കിലോമീറ്റർ ഉണ്ട്. ബസ് നിർത്തിയത്തിന് മേലേക്ക് വരെ 2 കിലോമീറ്റർ. ഇപ്പോൾ വേറൊരു ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പം അവർ കാറിലാണ് വന്നത്. അതായത് ഇവിടെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെക്ക് പോസ്റ്റ് ഉണ്ട്. പ്രൈവറ്റ് വണ്ടികൾ കിടത്തില്ല, KSRTC മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ, ആ ചെക്ക് പോസ്റ്റിൻ്റെ ഉള്ളിൽ ഈ ബോണക്കാട് ഈ വില്ലേജിൽ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ആൾ വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് വണ്ടികളൊന്നും അലൗഡ് അല്ല. ശരി, അവിടം വരെ ഒന്ന് കയറും.
വീഡിയോ എടുക്കാൻ. ചുമ്മാ പറഞ്ഞോട്ടാ. എടാ ഒരു കയറാടാ. വാ ഇവിടെ വരെ ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ടോ? അതിന് മേലെ കയറാൻ പറ്റുമോ? പിന്നെന്തോ അല്ല കയറി പോവാൻ പറ്റും. വേറെ വഴിയിലാവും എത്താ. നിങ്ങൾ ഷോർട്ട് കട്ടാണോ ലോങ് കട്ടാണോ അതോ ഇത് തന്നെയാണോ വഴി എന്നറിയില്ല. എന്നാലും നിങ്ങൾ കയറാണ്. എടാ നല്ല വഴിക്കുന്നുണ്ട് കേട്ടോ. ആ നിങ്ങൾ വരുന്നില്ല. കയറി. ഇത് വേറെ ഏതൊക്കെയോ ഊടുവഴിയാണ്, അറിയാത്തൊരു വഴി. അതിൻ്റെ ഇടയിൽ ഷോർട്ട് കട്ടാണോ ലോങ് കട്ടാണോ എന്ന് അറിയില്ല. എന്നാലും എടുത്ത് പോകുന്നു. ഓക്കെ, ഞങ്ങളാ മറ്റേ മെയിൻ വഴി എത്തിയിട്ടില്ല എപ്പോഴും. ഞങ്ങൾ തിരിച്ചടക്കുക. വഴി തെറ്റിയതല്ല, തെറ്റിയതാണോന്ന് പോലും അറിയില്ല. വഴി പോണുണ്ട് പക്ഷെ അത് കാട്ടിക്കുക. നിങ്ങൾ തിരിച്ചിറങ്ങുക, മെയിൻ വഴി കൂടെ പോവാ. ഓ കുറച്ച് ദൂരം നടന്നു പക്ഷെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലെ വ്യൂ ആണ്. ഗൈസ് ഞങ്ങൾ സ്പ്ലിറ്റായി. ഞാൻ ഒറ്റയ്ക്ക് വിടാം, അവർ 3 പേര് അപ്പുറത്താ. കേൾക്കുന്നുണ്ടോ? ആ അത് പോയി. അവര് ആ ഭാഗത്ത് അതെ അവരാ ആ വഴി വന്നു. എൻ്റെ പൊന്നിത് എന്ത് സംഭവം ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ആ സൈഡിൽ കൂടെ കയറിയതില്ലേ, ആ വഴിക്കൂടെ തന്നെ അവർ തിരിച്ചിറങ്ങുക. ഇതൊരു വേറൊരു സ്പ്ലിറ്റ് റോഡ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ എന്തായാലും ഒരു ചാൻസ് എടുത്ത് നോക്കിയതാണ്. വഴിയിരിക്കാനും കൂട്ടാണ്. ഇതാണ് മെയിൻ വഴി, ആ കാണുന്നത്. ആ മെയിൻ വഴിയിൽ നിന്ന് മാറിയിട്ടാണ് ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൽ കൂടെ ഒന്ന് കയറി നോക്കിയത്, പരീക്ഷണം നടത്തിയത്. പക്ഷേ വഴി പോകുന്നുണ്ട്, ഒരു കാട്ടിലൂടെയൊക്കെയാണ് പോണത്. എന്തായാലും അറിയാത്ത സ്ഥലം വഴി. അപ്പോൾ തിരിച്ച് നടന്ന് ഇവിടെ എത്തി. ഇതാണ് മെയിൻ വഴി. യെസ്, ഇതാണെങ്കിൽ തിരിച്ച് നടക്കണം. ഈ വെറുതെ വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവ് തന്നെ. നടക്കാം, ഇതധികം ദൂരമായിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇവരെ ഈ ഭാഗത്ത് എവിടെയോ ഉണ്ടോ? ഇതേ അവർ ഈ വഴി വരുന്നുണ്ടോ? ആ വലിയ കാര്യായി. അട്ടല്ലടാ. എടാ മോനെ, 1/2 മണിക്കൂറായി വെയിറ്റ് ചെയ്യണു. പിന്നെ ഇവിടെ അട്ടയുണ്ട് കേട്ടോ. അട്ട നന്നായിട്ടുണ്ട്. ഇന്നലെ എന്നെ കടിച്ച ആ ഭാഗത്ത് തന്നെയാണ് കടിച്ചിരിക്കുന്നത്. വേറെ ഒരെണ്ണം. എൻ്റെ പൊന്ന്, ഒരു സെക്കൻഡ്. എടാ വേറെ ഒരെണ്ണം കിട്ടി, വേറെ ഒരെണ്ണം കൂടെ അട്ട. ഇതൊന്ന് ഇരിക്കണ നോക്കിയ നീ. എടാ ചെറുത്. അട്ടേനെ ഇറക്കുന്ന ഒരു സെറമണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഒരാണ് ഷൂസിന്റെ ഉള്ളിൽ. ആ എടാ അത് മാത്രമല്ല, ഒരു വലുതിനെ കണ്ടൂലോ. ഒരു മിനിറ്റ് ഒന്ന് പറ്റിക്ക. ആ ഇതിനെല്ലാം റെഡി ആക്കിണ്ടാവും. ഇതാ വീണ്ടും സെറ്റ് ചെയ്യുന്നുണ്ട്, ഷൂസ് ഇട്ടിട്ട് വീണ്ടും തുടങ്ങുമല്ലേ. ആന്റി പോച്ചിങ് ക്യാമ്പ് ബോണക്കാട്.
ഇവിടെ പോച്ചിങ് പറഞ്ഞ ഹണ്ടിങ് പോലത്തെ സംഭവല്ലേ? ഗൈസ്, ഞങ്ങളുടെ അടുത്ത അട്ട ഒഴിവാക്കൽ പിറ്റ് സ്റ്റോപ്പ്. എന്തേലും ഇപ്പൊ കിട്ടിയിട്ടില്ല, എന്തേലും ഉള്ളു. ബ്ലഡ് ഫ്ലോ കാണിക്കട്ടെ. ഞങ്ങളിതാ ബംഗ്ലാവിലേക്ക് പ്രവേശിക്കാണ്. അവര് മുന്നേ എത്തിയ ഞങ്ങള് തിരിച്ചടന്നു ചെറുതായിട്ടേ. ഞങ്ങളവിടെ അടിപൊളി സ്പോട്ട് കണ്ടു. അപ്പൊ അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങള് 2 സ്റ്റോപ്പ് ഉണ്ടാവും. അട്ട കിട്ടി, ഒരട്ട കിട്ടി, 5-6 ഒറ്റടിക്ക് കിട്ടി. ചോര പുഴയല്ല. ഇതാണ് ബംഗ്ലാവ്. ബ്ലംഗ്ല. വെയിൽ വന്നു പോയി, അങ്ങനെയാണ്. നല്ല ക്ലൈമറ്റ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ബംഗ്ലാവ് ഹോണ്ടഡ് ആണെന്നൊക്കെയുള്ള കഥകളുണ്ട് ഇവിടെ. പഴയ ഒരു ബംഗ്ലാവാ. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഓ നമുക്ക് മെയിൻ എൻട്രൻസ് വഴി ഉണ്ടല്ലോ. ഇത് കറക്റ്റ് ഹോളായിരിക്കും. ഇത് വേറൊരു ഹോള്. ഇത് കൂടെ എൻട്രൻസ്. ഇത് റൂമായിരിക്കും. അല്ലെങ്കിൽ ഇതില്ല. ഇവിടെ ഉണ്ട് സെറ്റ്. ഇത് കിച്ചൺ. സീൻ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒരു റൂം. അല്ല, അത് ബാത്റൂമാണെന്ന് തോന്നുന്നുണ്ട്. യെസ്, റൂം ഇവിടെ. സെറ്റ്. അത് സെറ്റ്. ഇത് കിടിലൻ റൂം. ഇവിടുത്തെ ടോയ്ലറ്റ് ഏരിയ. 4 റൂം, ഒരു കിച്ചൺ, 2 ഹാള്, വെൽക്കം ഏരിയയും ഹോളും. യെസ്, അങ്ങനെ ബംഗ്ലാവ് ടൂർ കഴിഞ്ഞു. അതെ, ആദ്യം അവിടേക്ക് ഇറങ്ങ്. അവിടേക്ക് ഇരിക്കും. രണ്ടാമത്തേക്ക് ഇരിക്കും. രണ്ടാമത്തേക്ക് ഇരിക്കും. കൈ കുത്തി ഇരിക്കും. താഴെ ഇരുന്നിട്ട് മതി. ഞാനിങ്ങനെ ഇറങ്ങി. നമ്മള് പിന്നെ എടാ ഓക്കെ, ഞാൻ മാത്രമേ. ഞാൻ സക്സസ്. ഇത് കൂടെ വഴിയുണ്ട് ഗൈസ്. ഇത് കൂടെ ഒരു നേരെയുള്ള വഴി എന്ന് പറയാം. ഇവിടുത്തെ നേരെയുള്ള വഴി ഇത് കൂടെ ഇറങ്ങി വരാം. പിന്നെ ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് കണ്ട ഇങ്ങനെ ഒരു താഴ്ചയാണ്. ഇവിടേക്ക് ഇല്ല, അവിടേക്ക് അതുകൂടെ വഴിയില്ല.
ഞാനപ്പോൾ ഇത് കൂടെ ഇറങ്ങി. ഇത് കൂടെ ഒരു വഴിയുണ്ട്. നിങ്ങളൊക്കെ ഒരു അഡ്വഞ്ചർ സീക്കേഴ്സ് ആണോടാ? സാധാ വഴി കൂടെ വരുന്നു. ഒരു ആട്ടാ ബസ്, റിട്ടേൺ ബസ് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്നാണ് ഫുഡ് അടിക്കുന്നത്. ഒട്ടുമില്ല. BSNL വേണോ? വിളിക്കാൻ പറ്റുമോ? നോക്കി നോക്കാം. എൻ്റെ എനിക്ക് കോളോ ഒന്നുമില്ലടാ. കട്ട 0 കട്ട. ഓക്കെ, അപ്പോൾ അതായത് ഞങ്ങൾ നിർത്തിയത് ഇവിടുന്ന് കുറച്ചുകൂടി മേലേക്ക് പോയിട്ട് ഏട്ടാ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നിർത്തുക. ടോപ്പിലാണ് നിർത്തുക. പക്ഷേ റിട്ടേൺ ബസ് ഇതിപ്പോൾ സമയം 12:15 ഒരു 1:45 ഇവിടെ നിന്ന് എടുക്കുക. 1:45 2 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് എടുക്കും. അതാണ് ലാസ്റ്റ് ബസ് ഇവിടുന്ന് ഞങ്ങൾ കയറിയ ബസ് സ്റ്റാൻഡിലേക്ക്, KSRTC ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ ഇപ്പോൾ സമയം 12:15. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ബസ് വന്നിട്ട് കയറിപ്പോവും. അങ്ങനെയാണ്. ഇതിപ്പോൾ ഇവിടെ വരെ ഉള്ളൂ. റിട്ടേൺ ബസ് ഇവിടെ വരെ വരുള്ളൂ. അപ്പോൾ ഇവിടെ ആരോട് ചോദിച്ചാലും പറയും ഇവിടെ ഈ വഴി എവിടേക്കാണ് വഴി വരണത്, ഇവിടെയാണ് ബസ് നിർത്താന്നുള്ളത് പറയും. കാരണം ഈ ഒരു ബസ് തന്നെ ഉള്ളൂ 2 ടൈമിങ്ങിൽ, ഒന്ന് കാലത്തും പിന്നെ ഇതേ ഇപ്പോൾ ഉച്ചയ്ക്കും. ഞങ്ങൾ ഊണാണ് എടുത്തത്. സാമ്പാർ, പിന്നെ ബീട്രൂട്ട് കറി, ഇത് ഏതാടാ, പിന്നെ ചിക്കൻ, പിന്നെ ഒരു കറി. ഒരു തിരുത്തുണ്ട്. കാലത്ത് ബസ്സുണ്ട്. കാലത്തൊരു എന്താ പറയുക, വിദുരേന്ന് ഒരു 6:40 എടുക്കും. ഇവിടെ ഒരു 7:45 ആ സമയത്ത് എത്തും. 7:45 7:45 മുന്നേ എത്തും തോന്നുന്നു. 7:30 7:45 ആ റേഞ്ചിലെത്തും. ഇവിടെ നമ്മുടെ ടോപ്പിലെത്തും, ബോണക്കാട് ടോപ്പിൽ. എന്നിട്ട് അവരൊരു 20 മിനിറ്റ് നിർത്തിയിട്ട് ആ ബസ് പോവും. പിന്നെ വരണത് 12:30 അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ ഒരു 1:45 ഇവിടുന്ന് പോകും, ഇവിടുന്ന് എടുക്കും. അപ്പോൾ ഞങ്ങൾ ആദ്യം കാലത്തെ ബസ്സിന് വന്നിട്ട് കുറച്ചധികം ഞങ്ങൾ ഈ ബോണക്കാടൊക്കെ ചുറ്റി നടന്ന് കണ്ടിട്ട് ഇപ്പോൾ വരണ ബസ്സിന് തിരിച്ച് റിട്ടേൺ ഞങ്ങൾ കയറും. പിന്നെ ഒരു ടൈമും കൂടി ഉണ്ട്. വൈകിട്ട് 5:15 ഇവിടെ എത്തുന്നത്. അതായത് വിദുരേന്ന് ഒരു 4:20 എടുക്കണ ഒരു ബസ്, അത് ഇവിടെ ഒരു 5:15 എത്തും. അപ്പോൾ 3 ടൈമിംഗ് ഉണ്ട് ഇവിടേക്ക്. അത് തിരിച്ച് വിദുരേക്കുണ്ട്. അത് വിദുര വരെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഇവിടെ ലിക്വിഡ് ക്യാഷ് കൊണ്ടുവരുന്നതാണ് നല്ലത്. പരമാവധി ലിക്വിഡ് ക്യാഷ് എടുക്കുക. കാരണം ഇവിടെ എന്താ പറയുക, നെറ്റില്ല, ഗൂഗിൾ പേ നെറ്റ് പോയിട്ട് റേഞ്ച് പോലും കിട്ടില്ല. ഇവിടെ റേഞ്ച് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ചില സ്പോട്ടിൽ നിന്നാൽ മാത്രമേ നെറ്റ് കിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും നെറ്റ് നല്ല റേഞ്ച് ഉണ്ടാവാറില്ല. അപ്പോൾ പരമാവധി ഇവിടെ ലിക്വിഡ് ക്യാഷ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഇതാണ് ഇവിടുത്തെ ഒരു ഫാക്ടറി. ഈ തേയില ഫാക്ടറിയാണ്. ഇപ്പോൾ വർക്കിംഗ് അല്ല, പൊളിഞ്ഞു കിടക്കുന്ന ഫാക്ടറിയാണ്. എടാ മോനെ, അത് പൊളിയുടെ മോനെ. പക്ഷെ ഇതെന്താ വീഴാത്ത്? എടാടാ നോക്കിട്ട് നോക്കിട്ടാ. നമ്മുടെ അഡ്വഞ്ചറർ AKA JD കയറി ഇറങ്ങി വരുന്നുണ്ട്. എടാ പൂമാല എന്തിനു വേണോ? കോടിയാ? അടുത്ത ആള് എസ്റ്റേറ്റിന്റെ സൈഡിലുള്ള ഒരു പോർഷനാണ്. നോക്ക്, അവിടെ മറ്റേ അരുവി ഉണ്ട്. അവിടെ ഒരു പൊത്തുണ്ട്. അവിടെ ഇവിടെ ഇറങ്ങാനൊരു മാർഗം
ഇതുകൂടെ അല്ല, വേറെ സൈഡ് കൂടെ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതുകൂടെ അല്ല എന്തായാലും. ഗായ്സ് ബസ് എത്തിട്ടോ, ബസ് എത്തി. ഇനി ബസ് ഒരു 20 മിനിറ്റ് ഇവിടെ നിർത്തിയിടും. ഈ ഫാക്ടറിയുടെ അവിടെ അത് തിരിക്കാനാ തോന്നുന്നുണ്ട്. അല്ല, ഇവിടെ തന്നെയാ തോന്നുന്നുണ്ട്. എനിവേ ബസ് എത്തി. ഇനി ഒരു 2 മണിക്ക് എടുക്കും. എപ്പോൾ സമയം? 1:30 അരമണിക്കൂറോളം നിർത്തിയിട്ടിട്ട് 2 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഒരാളിപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഇന്ന് ഇറങ്ങണ്ട, ഇന്ന് തന്നെ ഇറങ്ങുന്നുണ്ട്. ഓക്കെ, 4:30 ബസ് ഉണ്ട്. എത്തിയിട്ടുണ്ട്. ബസ് അവിടെ വെയിറ്റിംഗ് ആണ്. 2 മണിക്ക് എടുക്കത്തുള്ളൂ എന്തായാലും. ആവോളം സമയമുണ്ട്, സീറ്റും ഉണ്ട്. കിടന്നിട്ട് പോവുകയാണെങ്കിൽ